12 പേരുടെ മേൽ നടത്തിയ ആദ്യ പരിശോധനയിൽ ഏറ്റവും കൂടുതൽ സ്വന്തം വാഞ്ചിക കാര്യങ്ങൾ മറക്കാൻ കഴിഞ്ഞവർക്കാണ് ഏറ്റവും അധികം അനുഗ്രഹം ലഭിച്ചത്. ഭൂതകാലം മാത്രമല്ല, സ്വന്തം വ്യക്തിത്വം പോലും അവർ വിസ്മരിച്ചു. അവർ സ്വന്തം അസ്തിത്വം വിസ്മരിച്ചതിന് പുറമെ യാതൊരുവിധ ഭയവുമില്ലാത്ത വിധം ദൈവവുമായി ഐക്യപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ചിലർ ദൈവത്തിൽ നിന്നും അകന്നു നിന്നത്? എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ സാമർഥ്യങ്ങളെയും സാധാരണമായ പരിഗണനകളെയും മുൻവിധികളെയും അവർ അനുസ്മരിച്ചു. മറ്റു ചിലർ മിതഭാഷികളാവുന്നത് എന്തുകൊണ്ടാണ്? താത്വിക കാര്യങ്ങൾ തങ്ങൾക്കുള്ള പിടിപ്പുകേടിനെ സംബന്ധിച്ച് ചിന്തയും അവർക്കോ എനിക്കോ മോശമായി തീരുമോ എന്ന ഭയവുമാണ് ഇതിൻ്റെ കാരണം. വേറെ ചിലർ പ്രദർശനപരമായ പൊങ്ങച്ചം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരിൽ സാധാരണമായ അഹംഭാവവും കഴിവുകൾ ഉയർന്നു നിൽക്കാനുമുള്ള ആഗ്രഹവും തങ്ങൾക്ക് പ്രമാണിത്വമുണ്ടെന്ന് അവസാനമായി വേറെ ചിലരിൽ വിജയകരവും ആചാര്യ സദൃശവും പ്രേരണകരവും വാക്തത്വപൂർണവുമായ വെളിപാട് പെടുന്നന്നെ ഉണ്ടാവുന്നതെങ്ങനെ? എന്തെന്നാൽ അവർ മാത്രമാണ് ദൈവത്തെ സ്മരിക്കുന്നത്. ഇത്രയും കാലം വിനയത്തോടുകൂടി ജീവിക്കുകയും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ശ്രമിക്കുകയും വേണ്ട സമയത്ത് നിമിഷാർത്ഥം കൊണ്ട് പ്രാമാണ്യം ഏറ്റെടുത്ത് തങ്ങളിലെ നിക്ഷിപ്തമായിട്ടുള്ള കടമ നിർവഹിക്കുകയും ചെയ്യുന്ന ഈ കൂട്ടർ മറ്റൊരു അവസരത്തിലും ഇപ്രകാരം പ്രവർത്തിക്കാറില്ല. ആദ്യത്തെ 3 കൂട്ടരും തരംതാണ സ്വന്തം അഹംബോധത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത്. 4ാമത്തെ കൂട്ടർ തങ്ങളിലുള്ള ഉദാത്തമായ അഹംബോധത്തെപ്പറ്റി ചിന്തിക്കുന്നു. ഇവർക്ക് ഭയം എന്നൊന്നില്ല. അവർ തങ്ങളോടൊപ്പവും തങ്ങളിലും ദൈവമുള്ളതായി മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഭയമില്ലാത്തത്. ദിവ്യമായി ഈ ധൈര്യം ദൈവത്തോടൊപ്പമായിരിക്കുമ്പോൾ കരഗതമാവുന്നതാണ്. അതിനാൽ അപ്പസ്തോലന്മാരും ശിഷ്യന്മാരുമായി നിങ്ങൾ കേട്ടാലും ഈ ആശയങ്ങളെപ്പറ്റി അപ്പസ്തോലന്മാർ ഒരിക്കൽ കേട്ട് കഴിഞ്ഞതാണ്. എന്നാൽ അവയെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണം. ശിഷ്യന്മാരെ, നിങ്ങൾ ഇതൊന്നും മുമ്പ് കേട്ടിട്ടുണ്ടാവുകയില്ല. അഥവാ കേട്ടാലും അല്പാൽപ്പം വല്ലതും മാത്രമേ കേട്ട് കാണുകയുള്ളൂ. ഈ കാര്യങ്ങൾ മനസ്സിൽ കൊത്തിവെക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. ക്രിസ്തുവിൻ്റെ അനുയായികളുടെ എണ്ണം അനുനിമിഷം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളെ അധികമധികം ചുമതലകൾ ഏൽപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോകം കൂടുതൽ ക്രൂരമായി നിങ്ങളെ ആക്രമിക്കും. ഇടയനായി എനിക്കും എൻ്റെ ആടുകൾക്കും എതിരായി പ്രവർത്തിക്കുന്ന ലോകത്തിൻ്റെ ചെന്നായ്ക്കൾ എണ്ണത്തിൽ പെരുകിക്കൊണ്ടിരിക്കും. ഈ സാഹചര്യത്തിൽ എൻ്റെ ഉപദേശങ്ങളെയും എൻ്റെ ആടുകളെയും സംരക്ഷിക്കാനുള്ള ആയുധങ്ങൾ നിങ്ങളുടെ പക്കൽ ഏൽപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആട്ടിൻപറ്റത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെറിയ ഇടയന്മാരായ നിങ്ങൾക്ക് മതിയാവുകയില്ല. മേയാൻ വിടുന്ന ആടുകൾ തെറ്റുകൾ ചെയ്താൽ അവയുടെ രക്തം മലിനമാകും, അല്ലെങ്കിൽ അവ അത്യാർത്തിയുള്ളവയാകും. നിങ്ങളും അതേ തെറ്റുകൾ ചെയ്താൽ വലിയ സംഖ്യ വരുന്ന ആടുകൾ നശിച്ചു പോകും. എന്തെന്നാൽ വിഗ്രഹ ആരാധനക്കാരനായ ഒരു ഇടയനുള്ള പക്ഷം ആടുകൾ വിഷബാധയേറ്റ് ചാവുകയോ ചെന്നായ്ക്കളുടെ ഭക്ഷണമായി തീരുകയോ ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവുമാണ്. എന്നാൽ നിങ്ങളുടെ ദൗത്യത്തിൽ പരാജയപ്പെട്ടാൽ നിങ്ങൾ രുചിയും ഉപയോഗവുമില്ലാത്ത ഉപ്പായി മാറും. നഷ്ടപ്പെട്ട രുചി വീണ്ടും നൽകുവാൻ ആർക്കും കഴിയുകയില്ല. ദാനമായി നൽകപ്പെട്ട ആ രുചി ഇന്ദ്രിയ സുഖത്തിൻ്റെ മാധുര്യം കൊണ്ടും മാനുഷികമായ തിന്മകൾ കൊണ്ടും കഴുകി നഷ്ടപ്പെടുത്തിയിരിക്കുന്നതിനാൽ ദൈവം അത് തിരികെ നൽകുകയില്ല. ദൈവിക ദാനമായ പരിശുദ്ധ ലവണത്തെ അഹംഭാവം, പണക്കൊതി, അമിതാഹാരം, ആസക്തി, കോപം, മടി എന്നിവ കൊണ്ട് മലിനപ്പെടുത്തിയാൽ 7 മടങ്ങ് ഉപ്പ് ഉപയോഗിച്ചാലും രുചി ലഭിക്കുകയില്ല. നിങ്ങളുടെ പക്കലുള്ള ഉപ്പ് കല്ലു കലർന്നതാണ്. ആ മിശ്രിതത്തിൽ നിന്ന് യഥാർത്ഥമായി ഉപ്പ് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ആ മിശ്രിതം ഭക്ഷണം കഴിക്കുന്നവരുടെ പല്ലിനിടയിൽ കയറിയിരിക്കുകയും അവരുടെ വായിൽ മണ്ണിൻ്റെ രുചി നൽകുകയും മാത്രമേ ചെയ്യുകയുള്ളൂ. അങ്ങനെ അത് ഭക്ഷണത്തെ ഭക്ഷ്യയോഗ്യമല്ലാതാക്കി തീർക്കും. മറ്റു കാര്യങ്ങൾക്ക് പോലും അത്തരം ഉപ്പ് ഉപയോഗിക്കാൻ കഴിയുകയില്ല. കാരണം 7 തരം തിന്മകളുടെയും രുചി അതിലടങ്ങിയിരിക്കുന്നതിനാൽ മനുഷ്യൻ്റെ ഏതു പ്രവർത്തനത്തിനും അത് ഹാനികരമായിരിക്കും. ചവിട്ടി മെതിച്ച് കളയാൻ മാത്രമേ ആ ഉപ്പ് കൊള്ളുകയുള്ളൂ. ദൈവജനത്തെ അങ്ങനെ ചവിട്ടി മെതിക്കാൻ പാടില്ലല്ലോ. ദൈവജനം നൽകപ്പെട്ട നന്മ ഉപേക്ഷിച്ച് മലിനീകരിക്കപ്പെട്ടാൽ മറ്റുള്ളവരാൽ ചവിട്ടി മെതിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ ഈ പർവ്വതത്തിൻ്റെ കൊടുമുടിയെ പോലെയാകുന്നു.
സൂര്യൻ്റെ അവസാന കിരണവും ചന്ദ്രൻ്റെ ആദ്യ കിരണവും പതിക്കുന്നത് ഇവിടെയാണ്. ഉന്നതത്തിൽ വസിക്കുന്നവൻ പ്രശോഭിക്കുകയും മറ്റുള്ളവരുടെ ശ്രദ്ധാകേന്ദ്രമായി തീരുകയും ചെയ്യുന്നു. സ്വപ്നം കാണുന്നവർ പോലും ഇടയ്ക്കിടെ അത്യുന്നതങ്ങളിലേക്ക് നോക്കാറുണ്ടല്ലോ. ബാഹ്യമായ കണ്ണ് ആത്മാവിൻ്റെ കണ്ണാടിയെന്ന് പറയപ്പെടുന്നു. അത് ആത്മാവിൻ്റെ ആഗ്രഹങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. മനുഷ്യനൊരു പിശാചായി മാറാത്തിടത്തോളം കാലം ഇതെപ്പോഴും സജീവമായി തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. അവിടെ കണ്ണുകൾ അത്യുന്നതങ്ങളിലേക്ക് ഉയരുകയും ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്യും. കുറഞ്ഞ പക്ഷം വല്ലപ്പോഴുമെങ്കിലും ഇങ്ങനെ സംഭവിക്കും. നാം എല്ലാം ബാല്യകാലത്ത് ജെറുസലേമിൽ പ്രവേശിച്ച ശേഷം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഓർത്തു നോക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നാം എവിടേക്കാണ് നമ്മുടെ കണ്ണുകൾ ഉയർത്തിയിരുന്നത്? മോറിയ മലയിലേക്കല്ലേ? മാർബിളുകളും സ്വർണം കൊണ്ടും അലങ്കൃതമായ അവിടുത്തെ ദേവാലയത്തിലേക്കല്ലേ നാം നോക്കിയത്? ദേവാലയത്തിനടുത്ത് ചെന്നാൽ നാം എങ്ങോട്ടാണ് നോക്കുക? സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന കുംഭഗോപുരത്തിലേക്കായിരിക്കുമല്ലോ. ദേവാലയത്തിൻ്റെ വളപ്പിനുള്ളിലെ ഹാളുകളും പോർച്ചുകളും മുറ്റങ്ങളും എത്ര മനോഹരമാണ്! എങ്കിലും നമ്മുടെ കണ്ണുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഉന്നതമായ കുംഭഗോപുരമാണ്. നാം എവിടെയെങ്കിലും പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നും ഓർത്തു നോക്കുക. യാത്രയുടെ ദൈർഘ്യവും ക്ഷീണവും ചൂടും റോഡിലെ പൊടിയുമൊക്കെ മറന്നു കളയുവാൻ എവിടേക്കാണ് നമ്മുടെ കണ്ണുകൾ തിരിക്കുക? മലമുകളിലേക്ക് തന്നെ. അതത്ര ഉയരമുള്ളതല്ലെങ്കിലും അഥവാ ദൂരത്തുള്ളതാണെങ്കിൽ പോലും നാം അത് ചെയ്യുന്നു. നാം ഒരു സമതലത്തിലൂടെ നടന്നു പോകുമ്പോൾ മലകൾ കാണുന്നത് എത്ര ആശ്വാസപ്രദമാണ്. റോഡ് ചെളി പിടിച്ചതല്ലേ? എന്നാൽ മല അങ്ങനെയല്ല. സമതലത്തിൽ ഉഷ്ണമില്ലേ? എന്നാൽ മലയിൽ തണുപ്പാണുള്ളത്. സമതലത്തിൽ നിന്നുള്ള കാഴ്ച പരിമിതമല്ലേ? എന്നാൽ മലയിൽ നിന്നുള്ള കാഴ്ച വിശാലമാണ്. മലമുകളിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് പകലിൻ്റെ ചൂട് കുറവായി അനുഭവപ്പെടുകയുള്ളൂ. അവിടുത്തെ ചെളി അത്ര തെന്നുന്നതല്ല, നടപ്പ് ക്ലേശകരവുമല്ല. ഈ മലമുകളിൽ മനോഹരമായ ഒരു പട്ടണമുള്ള പക്ഷം ഒരു കണ്ണിനും അത് ആസ്വദിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഒരു സാധാരണ സ്ഥലം പോലും മലമുകളിലായാൽ മനോഹരമായി തീരുന്നു. അതുകൊണ്ടാണ് സത്യമതങ്ങളിലും അസത്യമതങ്ങളിലും കഴിയുന്നത്ര ഉയർന്ന പ്രദേശങ്ങളിൽ ദേവാലയങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. കുന്നോ മലയോ ഇല്ലാത്ത പ്രദേശമാണെങ്കിൽ അവർ കല്ലുകൊണ്ട് ഉയർന്ന അടിത്തറ കെട്ടി ദേവാലയം ഉയരത്തിൽ സ്ഥാപിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? മനുഷ്യൻ ദൈവത്തെ ഓർക്കത്തക്ക വിധം എല്ലാവരും ആ ദേവാലയം കാണുന്നതിന് വേണ്ടിയാണത്. അതുപോലെ നിങ്ങൾ ലോകത്തിൻ്റെ വിളക്കുകൾ ആകുന്നു. വൈകുന്നേരം വിളക്ക് കത്തിച്ചാൽ എവിടെയാണ് നിങ്ങളത് വയ്ക്കുക? അടുക്കളയിലെ പാതകത്തിൻ്റെ കീഴിലോ ഏതെങ്കിലും പുനത്തിലോ അത് വയ്ക്കുമോ? ഒരു പെട്ടി കൊണ്ട് അതിനെ മൂടിക്കളയുമോ? അതോ കുറ്റിച്ചെടികൾക്കിടയിൽ ഒളിച്ചു വയ്ക്കുമോ? ഇല്ല, ഇതൊന്നും നിങ്ങൾ ചെയ്യുകയില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ വിളക്ക് കത്തിച്ചതുകൊണ്ട് പ്രയോജനമില്ലാതെയാകും. നേരെ മറിച്ച് ഒരു അലമാരയുടെ മുകളിലോ ഒരു വിളക്ക് കാലിലോ അത് നിങ്ങൾ ഉയർത്തി വെക്കുന്നു. അപ്പോൾ അത് മുറിയിൽ മുഴുവനും അവിടെ ഉള്ളവർക്കും പ്രകാശം നൽകുന്നു. ചുരുക്കി പറഞ്ഞാൽ, എന്തെങ്കിലും ഒന്ന് ഉന്നതത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ അത് ദൈവത്തെ ഓർമ്മിപ്പിക്കുകയും പ്രകാശം പരത്തുകയും ചെയ്യുന്നു. അങ്ങനെ അതിന് തൻ്റെ കർത്തവ്യം നിറവേറ്റാൻ കഴിയുന്നു. നിങ്ങൾ സത്യദൈവത്തെ ഓർക്കുക. അങ്ങനെ നിങ്ങളിൽ പുറം ജാതിക്കാരുടെ 7 തിന്മകളും ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഉന്നത സ്ഥലങ്ങളിലെ അശുദ്ധമായ കാവുകൾ പോലെ ആയിത്തീരും. എന്തെങ്കിലുമൊക്കെ ദൈവങ്ങൾക്ക് അത് വിശദമായിരിക്കാം. എന്നാൽ നിങ്ങൾ പുറം ജാതിക്കാരുടെ ആശ്രയങ്ങളിലേക്ക് വഴുതി വീണു പോയേക്കാം. സത്യദൈവത്തിൻ്റെ ദേവാലയങ്ങളായി നിങ്ങളെ കരുതുന്നവരെയും നിങ്ങൾ വഴിതെറ്റിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ പ്രകാശം വഹിക്കണം. എണ്ണ ഒഴിക്കാത്ത വിളക്ക് പുക പരത്തുകയേ ഉള്ളൂ. കരിന്തിരി കത്തുന്ന അത് ദുർഗന്ധം വമിപ്പിക്കും. വൃത്തികെട്ട സ്ഫടികം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഒരു വിളക്കിന് മനോഹരമായ പ്രകാശം പ്രദാനം ചെയ്യുവാൻ കഴിയുകയില്ല. അത് പുകഞ്ഞ് മൂടിയിരിക്കുന്ന സ്ഫടികത്തെ കൂടുതൽ വികൃതമാക്കുകയേ ഉള്ളൂ. നിത്യേനയുള്ള ജോലികൾ കൊണ്ടും പരസ്പര ബന്ധങ്ങൾ കൊണ്ടും നിരാശ കൊണ്ടും ഉണ്ടാകുന്ന മാലിന്യത്തെ നീക്കം ചെയ്യുന്ന ആത്മാക്കളിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രകാശം പ്രശോഭിക്കുകയുള്ളൂ.
പ്രാർത്ഥനയുടെയും കാരുണ്യത്തിൻ്റെയും എണ്ണ സമൃദ്ധമായി ചൊരിയുന്ന വിളക്കുകളിൽ ദൈവത്തിൻ്റെ പ്രകാശം ശോഭിക്കുന്നു. ദൈവികമായ പക്വത വന്ന എണ്ണമറ്റ ആളുകളിൽ ഈ പ്രകാശം ജ്വലനമായി പ്രതിഫലിക്കുന്നു. അങ്ങനെയുള്ള ഓരോ ദൈവദാസനും തൻ്റെ ആക്രമണ വിധേയമല്ലാത്ത ആത്മാവിൻ്റെ സ്ഫടികച്ചില്ല് ജഡികാസക്തിയാവുന്ന പുക പൊരുളാതെ കാത്തു സൂക്ഷിക്കുമെങ്കിൽ ആ വിശുദ്ധന് ധൈര്യപൂർവം നന്മ ചെയ്യുവാനുള്ള പ്രസാദവരം ദൈവം കൊടുക്കും. അതെ, ആക്രമണ വിധേയമല്ലാത്ത ആത്മാവ്. ഈശോ അത്യുച്ചത്തിൽ പ്രഘോഷിച്ചപ്പോൾ ആ ശബ്ദം മലയിടുക്കുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ആ സ്ഫടികത്തിന്മേൽ കൈവയ്ക്കുവാനുള്ള അവകാശം ദൈവത്തിനു മാത്രമേ ഉള്ളൂ. അവിടുന്ന് തൻ്റെ ഇച്ഛാശക്തിയാവുന്ന വജ്രം കൊണ്ട് അതിന്മേൽ തൻ്റെ പരമപരിശുദ്ധമായ നാമം രേഖപ്പെടുത്തും. അപ്പോൾ ഏറ്റവും ശുദ്ധമായ ആ സ്ഫടികത്തിന് അതൊരു ഭൂഷണമായി തീരുകയും പ്രകൃത്യാതീതമായ സൗന്ദര്യത്തിൻ്റെ പ്രകാശം അതിലൂടെ ബഹിർഗമിക്കുകയും ചെയ്യും. എന്നാൽ ഏതെങ്കിലും ദൈവദാസൻ മൂഢനായി ആത്മനിയന്ത്രണവും സ്വന്തം കർത്തവ്യബോധവും കൈവിടുന്ന പക്ഷം അവൻ്റെ ആത്മാവിൽ പതിയുന്നത് ദൈവത്തിൻ്റെ ദിവ്യനാമമായിരിക്കുകയില്ല. പകരം സാത്താൻ്റെ തീക്ഷ്ണ നഖങ്ങൾ കൊണ്ട് മാന്തിപ്പറിച്ചുണ്ടാക്കുന്ന പൈശാചിക രൂപങ്ങളായിരിക്കും. അപ്പോൾ ആ വിളക്കിൻ്റെ അവികലമായ സൗന്ദര്യം അതിന് നഷ്ടപ്പെടുകയും സ്ഫടികമുടഞ്ഞ് കഷ്ണങ്ങൾ വീണ അഗ്നി അണഞ്ഞു പോവുകയും ചെയ്തേക്കാം. അഥവാ ആ സ്ഫടികം ഉടഞ്ഞു പോകുന്നില്ലെങ്കിൽ തന്നെ അതിൻ്റെ ഉപരിതലത്തിൽ വീണിട്ടുള്ള മായാത്ത പോറലുകളിൽ പുക കയറി അത് ഉപയോഗശൂന്യമായി പോവും. ജീവകാരുണ്യം നഷ്ടപ്പെടുന്നവരും തൻ്റെ ആടുകളെ അനുദിനം മുകളിലേക്ക് നയിക്കാത്തവരുമായ ആട്ടിടയന്മാർക്ക് കഷ്ടം, വീണ്ടും വീണ്ടും കഷ്ടം. ഞാൻ അവരെ അടിച്ചു പുറത്താക്കുകയും അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കുകയും ചെയ്യും. ആ പുകയുന്ന വിളക്കുകൾ ഞാൻ കെടുത്തിക്കളയും. ദൈവത്തിൻ്റെ ജ്ഞാനം തള്ളിക്കളഞ്ഞ് ഭൗതികമായ ജ്ഞാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഗുരുക്കന്മാർക്കും കഷ്ടം, വീണ്ടും വീണ്ടും കഷ്ടം. എന്തെന്നാൽ അവരുടെ ജ്ഞാനം മിക്കപ്പോഴും ദൈവത്തിനെതിരായും അഹങ്കരിപ്പിക്കുന്നതും ചിലപ്പോഴൊക്കെ പൈശാചികവും ആയിരിക്കും. ആ ജ്ഞാനം അവരെ കേവലം മനുഷ്യരാക്കും. ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേട്ട് ഓർമ്മയിൽ വെച്ചോളൂ. ഓരോ മനുഷ്യരും വിശദീകരണത്തിലൂടെ ദൈവത്തെ പോലെ ആയിത്തീരണമെങ്കിൽ ഗുരു അഥവാ പുരോഹിതൻ ദൈവപുത്രൻ്റെ പ്രതീകമായിരിക്കണം. അതുമാത്രമേ ആയിരിക്കുവാനും പാടുള്ളൂ. ആത്മാക്കൾക്ക് വേണ്ടിയും പുണ്യം പരിപൂർത്തിക്ക് വേണ്ടിയും ജീവിതം ഒഴിഞ്ഞുവെച്ച് ഒരു വ്യക്തിയാണ് താനെന്ന ബോധം അയാൾക്ക് ഉണ്ടായിരിക്കണം. തൻ്റെ അനുയായികളെ ദൈവത്തിലേക്ക് നയിക്കുവാൻ അയാൾക്ക് ഗുണവിശേഷങ്ങൾ കൂടിയേ തീരൂ. മാനുഷിക വിജ്ഞാനത്തിൻ്റെ ഉപാസകരായി തീരുന്ന പ്രകൃത്യാതീതവാദികളായ ഗുരുക്കന്മാർക്ക് മഹാശാപം ഉണ്ടാവും. എൻ്റെ പുരോഹിതന്മാർ മരിച്ച ആത്മാവോടെ ദൈവിക ആഭിമുഖ്യം നഷ്ടപ്പെട്ട ജഡികമോഹത്താൽ മറ്റ് പാപികളായ മനുഷ്യരെ പോലും ജീവിതം നയിക്കുന്നുവെങ്കിൽ അവർക്ക് കഷ്ടം, 7 തവണ കഷ്ടം. അവരുടെ ഉറക്കത്തിൽ ഭ്രാന്തമായ മായാരൂപങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അവിടെ ത്രിയേക ദൈവം കാണുകയില്ല. എല്ലാവിധ കണക്കുകൂട്ടലുകളും അവിടെ നടക്കുമെങ്കിലും ആത്മാക്കളെയും ദൈവത്തെയും സമ്പാദിക്കുകയെന്ന മനുഷ്യാതീതമായ അഭിലാഷം കാണുകയില്ല. ഭൗതികവും കഷ്ടതയും വിമൂഢവുമായ ജീവിതം നയിച്ചുകൊണ്ട് അവർ തങ്ങളെ അനുഗമിക്കുന്ന വിശ്വാസികളെ മരണക്കുഴിയിലേക്ക് വലിച്ചിഴക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാടുകളെ ദുഷിപ്പിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ശാപം പതിക്കും. അല്ലയോ ദൈവത്തിൻ്റെ അശ്രദ്ധരായ സേവകരെ, നിങ്ങളുടെ ആലസ്യം മൂലം നശിച്ചു പോകുന്നവരോട് കണക്ക് ചോദിക്കുകയോ അവരെ ശിക്ഷിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ഓരോ മണിക്കൂറിനും മുഴുവൻ സമയത്തിനും അതിൻ്റെ ദുരന്തമായ പ്രത്യാഘാതങ്ങൾക്കും നിങ്ങളോട് ഞാൻ കണക്ക് ചോദിക്കും. നിങ്ങളെ ഞാൻ ശിക്ഷിക്കും. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ഓർത്തുകൊള്ളുക. ഇപ്പോൾ നിങ്ങൾക്ക് പോകാം. ഞാൻ മുകളിലേക്ക് കയറുകയാണ്. നിങ്ങൾ ഉറങ്ങിക്കോളൂ. നാളെ തൻ്റെ ആടുകളുടെ മുമ്പിൽ ഇടയൻ സത്യത്തിൻ്റെ മീറ്റിൽ സ്ഥലം തുറന്നു കൊടുക്കുന്നതാണ്.